ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 1 month ആയിട്ട് ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ റിവ്യൂ പറയാനാണ്. അതോടൊപ്പം തന്നെ ഈ കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതേപോലെ ഇൻകം പ്രൂഫ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു റുപ്പേ കാർഡാണ്. അപ്പോൾ ക്രെഡ് ആപ്പിൻ്റെ ഉള്ളിലുള്ള UPI ട്രാൻസാക്ഷൻസ് കൂട്ടാനും അതിലൂടെ കസ്റ്റമേഴ്സിന് മാക്സിമം റിവാർഡ്സ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് ക്രെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻഡസിൻഡ് ബാങ്ക് ആയിട്ട് കോബ്രാൻഡ് ചെയ്തിട്ടാണ് ക്രെഡ് ഈ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കാർഡിൻ്റെ ഡിസൈൻ നല്ല അടിപൊളിയാണ്. ഇനി റിവാർഡ് സിസ്റ്റം ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ ക്യാഷ് ബാക്കിന് പകരം ക്രെഡ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ക്രെഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 രൂപയ്ക്ക് തുല്യമായിട്ടാണ് ക്രെഡ് പറയുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സൻറ്റേജ് വൈസ് ഉള്ള കണക്കുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ് എന്ന് വെച്ചാൽ ഓൺലൈൻ സ്റ്റോറുകളായിട്ടുള്ള ബുക്ക് മൈ ഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ ക്രെഡിൻ്റെ സ്റ്റോറ്, ക്രെഡ് പ്ലേ, അതേപോലെ ക്രെഡിൻ്റെ ഉള്ളിലുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ്, പിന്നെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 5% എത്രയാണോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡ് പോയിന്റ്സ് നമുക്ക് ലഭിക്കും. ഇനി ക്രെഡ് ആപ്പ് വെച്ച് യൂസ് ചെയ്തുള്ള UPI ട്രാൻസാക്ഷൻസിനും ഓഫ്ലൈനായിട്ട് നമ്മൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്തുള്ള ട്രാൻസാക്ഷനൊക്കെ ഏകദേശം ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1%ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡ് പോയിന്റ്സ് ആണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ക്രെഡ് പോയിന്റ്സ് ആദ്യം പെൻഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും. നമ്മൾ ആ ഒരു മന്തിലെ ബില്ല് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാലാണ് അത് അപ്രൂവ് ആയിട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇനി ഈ ഒരു പോയിന്റ്സ് എങ്ങനെ നമുക്ക് റെഡീം ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്രെഡ് ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ്, അതേപോലെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പോയിന്റ്സ് റെഡീം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഉള്ള ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര പോയിന്റ്സ് ഉണ്ടോ അതിൻ്റെ 70% ആണ് നമുക്ക് ഒരു ഇതിൽ നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ബില്ല് പേയ്മെൻറ്റ്സ് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പോയിന്റ്സ് റെഡീം ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ക്രെഡ് പോയിന്റ് ഈക്വൽ ടു 1 rupees ആണെന്നുള്ളത്. പക്ഷെ ബില്ലുകൾ സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ റെഡീം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ഒരു 1 rupee ആയിട്ടല്ല അവർ കണക്കാക്കുക. ഒരു ക്രെഡ് പോയിന്റ് ഏകദേശം 50 പൈസ ആയിട്ടാണ് കണക്കാക്കുക. അവിടെ നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ക്രെഡ് പോയിന്റ്സും റെഡീം ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ചെറിയൊരു ടിസ്റ്റും പരിപാടികളൊക്കെ ഇതിലുണ്ട്. അപ്പം ഇനി എൻ്റെ പേഴ്സണൽ റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഈ കാർഡിൻ്റെ യൂസേജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എൻ്റെ കയ്യിലൊരു ഫെഡറൽ ബാങ്കിൻ്റെ റുപ്പേ കാർഡ് ഉണ്ടായിരുന്നു. അതിന് പകരമാണ് 1 month ആയിട്ട് ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്തത്. UPI ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഓൺലൈൻ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 6 ക്രെഡ് പോയിന്റ്സ് ആണ് കിട്ടിയത്. ബിൽ പേയ്മെൻറ്റിന് ശേഷം അത് അപ്രൂവ് ആയിട്ട് കിട്ടി. അപ്പോൾ എൻ്റെ കൺസേൺസ് എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള സ്പെൻഡിങ് ഹാബിറ്റും അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കാർഡ് സത്യത്തിൽ പല ആൾക്കാർക്കും വെർത്തായിരിക്കില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിവാർഡ് സിസ്റ്റം തന്നെയാണ്. ഇതിൻ്റെ റിവാർഡ് സിസ്റ്റത്തിൽ നമുക്ക് ബിൽ പേയ്മെൻറ്റിലൊക്കെ ഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് റെഡീം ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അടിപൊളിയായേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് റെഡീം ചെയ്യാൻ സാധിക്കുന്നത് ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഫ്ലൈറ്റിൽ ഇതുവരെ കയറാത്ത ഒരാളാണ്. അതേപോലെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ആളാണ് ഞാൻ. അപ്പോൾ ബാക്കി ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് കുറേ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണതും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്ത് ക്രെഡ് ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ബുക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാൾ, ക്രെഡ് ആപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഒരു കാർഡ് വർത്താണ്. അതല്ലാതെ നോർമലായിട്ട് നമ്മൾ ക്രെഡിൽ ഈ പറഞ്ഞ പോലെ ബിൽ പേയ്മെൻറ്റിനും ഇടയ്ക്ക് UPI ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള ഒരു യൂസേജാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് വർത്തായിട്ട് തോന്നും എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് കാർഡിനെ കുറിച്ച് നെഗറ്റീവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അതെൻ്റെ പേഴ്സണൽ സ്പെൻഡിങ് ഹാബിറ്റും അതൊക്കെ ആയിട്ട് യോജിച്ച് പോകാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിനേക്കാൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവായിട്ട് തോന്നിയേക്കണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ HDFCയുടെ സ്വിഗ്ഗി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു കാർഡ് ഉണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ് 5% തന്നെ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. അപ്പോൾ അത് നമ്മുടെ ബിൽ പേയ്മെൻറ്റിൽ തന്നെ കുറഞ്ഞ് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയേക്കുന്നത് ആ ഒരു കാർഡാണ്. അപ്പോൾ അതാണ് എനിക്ക് കൺസേൺ ആയിട്ടുള്ളൂ. അതല്ലാതെ വേറെ കൺസേൺസോ ഇതൊന്നുമില്ല. കാർഡിൻ്റെ യൂസേജും ബാക്കിയുള്ള പരിപാടിയൊക്കെ അടിപൊളിയാണ്. അതിലൊന്നും എനിക്കൊരു നെഗറ്റീവും ഇല്ല. പിന്നെ എനിക്ക് ഈ അടുത്തൊരു സ്കാം
റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോള് ഈ കാർഡിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ വേറൊരു കാർഡും ഇത്രയും കാലമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടില്ല. അത് സ്കാം തന്നെയാണോ ബാങ്കുകാർ വിളിച്ചാണോ അതങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സ്കാമായിട്ട് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ പോലെ ഈ കാർഡിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് വൗച്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം 11,000 രൂപയുടെ സംതിങ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല സാർ, അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഓൾറെഡി ആക്റ്റീവാണ്, നിങ്ങൾക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഗിഫ്റ്റ് വൗച്ചർ വേണ്ട, എനിക്ക് താല്പര്യമില്ല, പൈസ അടയ്ക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ പറഞ്ഞു ഇല്ല അത് ആക്റ്റീവാണ്, നിങ്ങളത് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ RBIക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ ടൈമിൽ തന്നെ അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ IndusInd ബാങ്കിൻ്റെ അടുത്തുനിന്നോ ക്രെഡിൻ്റെ അടുത്തുനിന്നോ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് വൗച്ചറിനെ കുറിച്ചുള്ള ഒരു മെസ്സേജോ ഇമെയിലോ ഒന്നും വന്നിട്ടുമില്ല. ഇങ്ങനെ ഒരു ഫോൺ കോൾ മാത്രമാണ് വന്നേക്കുന്നത്. അത് ബാങ്കുകാർ ഡയറക്റ്റ് ചെയ്തതാണോന്നോ അല്ലെങ്കിൽ സ്കാം ചെയ്യണ ആൾക്കാർ ചെയ്തതാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇനി അവർ ബാങ്കുകാർ വല്ല ഏജൻസിക്ക് കൊടുത്തിട്ട് അവർ ചെയ്തതാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഒരു സ്കാം റിലേറ്റഡ് ആയിട്ട് തോന്നി. അതാണ് ഞാൻ സ്കാം കോൾ എന്ന് പറയാൻ കാരണം. അങ്ങനത്തെ ഒരു സംഭവം മാത്രമാണ് ഈ ഒരു കാർഡ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കാർഡ് റിലേറ്റഡ് ആയിട്ടൊന്നും അങ്ങനെ വന്നില്ല. ഇനി ഇൻകം പ്രൂഫ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രെഡ് ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു കാർഡ് കിട്ടാൻ വഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം വേറെ എവിടെയും ഇത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ക്രെഡ് ആപ്പ് യൂസ് ചെയ്യണതിൽ തന്നെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അവർ കൊടുക്കണുള്ളൂ. എനിക്ക് കഴിഞ്ഞ 1 മന്ത് മുമ്പേ ഒരു ഓഫർ പോലെയാണ് വന്നത്, ലൈഫ് ടൈം ഫ്രീ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ ഇതിന് ഫസ്റ്റ് ഇയർ മാത്രമായിരുന്നു ഫ്രീ, സെക്കൻഡ് ഇയർ തൊട്ട് ആനുവൽ ചാർജ് അതൊക്കെ ചാർജ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് വന്നത് ലൈഫ് ടൈം ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ജോയിനിങ് ഫ്രീ ഇല്ല ലൈഫ് ടൈം ഫ്രീ ആണെന്ന് പറഞ്ഞുള്ള ഒരു ഓഫർ വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫീച്ചർ എനിക്ക് വന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ കാർഡ് അപ്ലൈ ചെയ്ത് KYC ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്ലൈ ചെയ്ത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. കാർഡും ഫിസിക്കലായിട്ട് നമുക്ക് 2-3 ദിവസം കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ ആ ഒരു ഓപ്ഷൻ അവൻ്റെ ആപ്പിൽ വന്നു. പക്ഷെ അവൻ അപ്ലൈ ചെയ്ത് KYC എല്ലാം കഴിഞ്ഞിട്ട് റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. അതെന്താണെന്നുള്ളത് കാരണം ഒന്നും അറിയില്ല. അപ്പോൾ ക്രെഡ് ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതി. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.